അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നെത്തൽ പീരയാണ്. അപ്പം ഞാൻ നെത്തൽ ഇതാ നല്ലോണം കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. അപ്പം ഇതിന് നമ്മൾ നെത്തൽ എന്നാണ് പറയുക. ഇതിന് പിന്നെ കൊഴുവ എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. അപ്പോൾ ഇത് കണ്ണൂരുകാരുടെ സ്വന്തം നെത്തൽ. അപ്പം പിന്നെ ഇതിലേക്ക് വല്യുള്ളി അരിഞ്ഞതും പച്ചമുളക്, ഇഞ്ചി, തേങ്ങ, കറിവേപ്പില. അപ്പം ഇത് നല്ലോണം വെന്ത് വെള്ളമെല്ലാം വറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകല്ലോട്ട് കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അപ്പോൾ കറിവേപ്പില ഇട്ട് ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയുണ്ട്. ആ ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റാം. അപ്പോൾ ഇതൊന്ന് പകുതി വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. അങ്ങനെ ഞാനിത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ മീൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും പിന്നെ ഇഞ്ചിയും ചേർത്തിട്ട് നല്ലോണം വഴറ്റുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച നെത്തലുണ്ടല്ലോ, അത് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം പൊടിഞ്ഞ് വരണം. അപ്പം അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചിരകി വെച്ച കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നെത്തൽ പീര റെഡിയായി. അപ്പോൾ ബൈ ബൈ.